മാമാങ്കലഹരിയിൽ മച്ചാട് ആവേശം തീർത്ത കുതിരയെഴുന്നള്ളിപ്പുകൾ. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് ഇന്ന്. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഉണങ്ങിത്തുടങ്ങിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ പങ്കെടുക്കുന്ന ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥ. ഫാർമസി കൌണ്ടറുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യം ശക്തം. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്കുള്ളിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ ശല്യത്തിനെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന് തുടക്കമായി. ഉച്ചയ്ക്ക് 12:30യോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കുതിരകളുമായി മാമാങ്ക ഭൂമിയിലേക്കുള്ള എഴുന്നള്ളിപ്പിന് തുടക്കമായി. കുംഭംകുടം എഴുന്നള്ളിപ്പുകളും അകമ്പടിയായുണ്ട്. വിരുപാക, മണലെത്ര, കരുമത്ര എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ദേശകുതിരകളെ തോളിലേറ്റിയ തട്ടകക്കാർ ആർപ്പുവിളികളോടെ കൊയ്തൊഴിഞ്ഞ വയലുകളിലൂടെ കുമരം കിണറ്റിങ്ങര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. പാർലിക്കാട്, മംഗലം കുതിരകളും എത്തിച്ചേർന്നതിനു ശേഷം തട്ടക കുതിരകളെ സ്വീകരിക്കാനെത്തുന്ന ക്ഷേത്ര കുതിരകൾക്കൊപ്പം വൈകിട്ട് 4 മണിയോടെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് വടക്കുഭാഗത്ത് എത്തിച്ചേർന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വൈകിട്ട് മാമാങ്കത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് കുതിരക്കളി നടക്കും. എഴുന്നള്ളിപ്പ് കുതിരകളെയും കൊണ്ട് തട്ടകക്കാർ ആർപ്പുവിളികളോടെ ക്ഷേത്രം വലം വയ്ക്കും. തുടർന്ന് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായി ഒരുക്കിയ ഉയരമുള്ള പന്തലിൽ കുതിരകളെ മേലേക്കുയർത്തി പന്തൽ മുട്ടിക്കാൻ ശ്രമിക്കുന്നത് കാണികൾക്ക് ആവേശകരമായ കാഴ്ചയാണ്. ഇതോടൊപ്പം ക്ഷേത്രം വലം വെച്ചുള്ള ഹരിജൻ വേലയും കുംഭംകുടം എഴുന്നള്ളിപ്പും ആണ്ടിയും പൂതനും തിറയും നടക്കും. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് ഇന്ന്. രാത്രി 8-ന് ക്ഷേത്ര സന്നിധിയിൽ മേളത്തോടെ പറപ്പുറപ്പാട് തുടങ്ങും. പൂരം പങ്കാളികളായ എങ്കേക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾക്ക് കോമരം പള്ളിയത്ത് മാധവൻ നായർ കൽപ്പന നൽകിയതിനു ശേഷം മുല്ലയ്ക്കൽ ശ്രീമൂലസ്ഥാനത്തെത്തി ഊരാള കുടുംബമായ കേളത്ത് തറവാട്ടുകാരുടെ ആദ്യ പറ സ്വീകരിക്കും. 3 ദേശവും 11 വീതം ആനകളെ എഴുന്നള്ളിക്കുമെന്ന് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, ദേശകമ്മിറ്റി പ്രസിഡന്റുമാരായ AK സതീഷ് കുമാർ, CA ശങ്കരൻകുട്ടി, TP ഗിരീശൻ എന്നിവർ അറിയിച്ചു. 25-ന് രാത്രി 8-ന് സാമ്പിൾ വെടിക്കെട്ട് വടക്കാഞ്ചേരിയും, 27-ന് പൂരം ദിവസം രാത്രി 8:30-ന് എങ്കേക്കാടും, 28-ന് പുലർച്ചെ 5:30-ന് കുമരനെല്ലൂരും വെടിക്കെട്ട് നടത്തും. 25-ന് നടക്കുന്ന ആൽത്തറ മേളത്തിന് മട്ടന്നൂർ ശ്രീരാജ്, മട്ടന്നൂർ ശ്രീകാന്ത, ചിറക്കൽ നിധീഷ് എന്നിവർ നേതൃത്വം നൽകും. 1 കോടി രൂപയ്ക്ക് പൂരം ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പൂരം വരെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 10 വരെ പറ സമർപ്പണത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കം കുറിച്ച് കൊടിക്കൂറ ഉയർത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായർ, ക്ഷേത്രം ഊരായ്മ കേളത്ത് പാർവതി, മേൽശാന്തി ഗോപാലകൃഷ്ണൻ, ദേവസ്വം ഓഫീസർ ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറുശ്ശേരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാംപാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോൾ കനാൽ അടയ്ക്കുകയും ചെയ്യും. ഈ പാടശേഖരത്ത് 3 പൂവ് കൃഷി പണിതെടുക്കാറുള്ളതാണ്. പിന്നീട് പുഞ്ചയ്ക്ക് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ വിരിപ്പും മുണ്ടകനും വെള്ളത്തിൻ്റെ ദൗർലഭ്യമില്ലാതെ കഴിഞ്ഞ വർഷം വരെ കൃഷി ഇറക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വിരിപ്പ് കൃഷിക്ക് മുണ്ടകൻ കൃഷിക്കൊക്കെ കനാലിൽ നിന്നും വെള്ളം ആറശ്ശേരം ബ്രാഞ്ച് കനാൽ വഴി വന്നതിന് ശേഷം 10 ദിവസം കൂടുമ്പോൾ 4 ദിവസം വെള്ളം തുറന്നിട്ട് തരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ വർഷം അത് 20 ദിവസം കൂടുമ്പോൾ 4 ദിവസം വെള്ളം വിടുന്നുണ്ടെങ്കിലും 2 ദിവസത്തേക്ക് ചാറ്റുളമ്പാടത്തേക്ക് വെള്ളം ലഭിക്കുക ബുദ്ധിമുട്ടാണ്. ഇക്കുറി മുണ്ടകൻ വിളയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു.
കതിരുവന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത്. ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ്. അതിനാൽ വൈക്കോൽ ഒട്ടും തന്നെ ലഭിക്കാനും സാധ്യതയില്ല. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിരുവന്ന നെൽച്ചെടികളെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഇവിടെ നെൽകൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 50 ഏക്കറിൽ മേലെ ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം മുഴുവനും ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വിരിപ്പിനും ഇത്തരത്തിൽ ചാഴിക്കേടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കർഷകർക്ക് ചെലവ് ചെയ്ത രൂപ തിരിച്ചു കിട്ടില്ല. ഇത്തവണ ഒന്നും കിട്ടില്ല. അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവനുകളും സഹകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അവർ വന്നൊന്ന് നോക്കി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ കഷ്ടതകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ചാറ്റിലാംപാടത്ത് ഉണങ്ങി നശിക്കുന്ന മുണ്ടകൻ കൃഷി നേരിൽ കാണാൻ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും കനാൽ വഴി വെള്ളമെത്തിച്ച് നെൽച്ചെടികളെ രക്ഷിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV കൊടകര. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന ആനയോട്ടത്തിൽ പങ്കെടുക്കാനുള്ള ആനകളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. കൊമ്പന്മാരായ ദേവദാസ്, രവി, കൃഷ്ണൻ, ഗോപികണ്ണൻ എന്നീ ആനകൾ മുൻനിരയിലോടും. ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളെ കരുതൽ ആനകളായി തിരഞ്ഞെടുത്തു. നാളെ ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. മഞ്ചലാൽ പരിസരത്തു നിന്നാണ് ആനയോട്ടം ആരംഭിക്കുക. ആനയോട്ടത്തിൽ 10 ആനകൾ അണിനിരക്കും. 3 ആനകളെ മുന്നിൽ നിരത്തി ഓടിക്കും. ആദ്യം ഓടിയെത്തുന്ന ആനയാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുക. 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആനയില്ലാ ശീവേലിയും ആനയോട്ടവും നടക്കും. ബുധനാഴ്ച രാവിലെയാണ് ആനയില്ലാ ശീവേലി. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ചടങ്ങ്. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു. ഇത്തവണ 10 ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. മതപ്പാടില്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ 17 ആനകളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതി തയ്യാറാക്കും. ഇതിൽ നിന്ന് 10 ആനകളെ നറുക്കിട്ടെടുക്കും. നറുക്കെടുത്ത ആനകളിൽ 3 ആനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മഞ്ചുളാൽ പരിസരത്ത് 10 ആനകളെ അണിനിരത്തും. കളഭം ചാർത്തിയ ശേഷം ആനകളെ ഓടാൻ സജ്ജമാക്കും. ക്ഷേത്ര നാഴികമണി 3 അടിക്കുന്നതോടെ മാരാർ ശംഖ് മുഴക്കുകയും ആനകൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല. ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കും. മഞ്ചുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകൾ ഓടുന്ന വഴിയിൽ കാണികളെ നിർത്തില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കാനും യോഗം തീരുമാനിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, സബ് കമ്മിറ്റി അംഗങ്ങളായ KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ഗുരുവായൂർ. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച ശേഷം മരുന്ന് വാങ്ങാൻ മണിക്കൂറുകൾ വരി നിൽക്കേണ്ട അവസ്ഥയെന്ന ആക്ഷേപം. ആശുപത്രിയിൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാനാണ് രോഗികളും കൂട്ടിയിരിപ്പുകാരും മണിക്കൂറുകളോളം വരി നിന്ന് വലയുന്നത്. ഫാർമസിയിൽ മരുന്ന് കൊടുക്കാനായി ഒരു കൗണ്ടർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റ് ആശുപത്രികളിൽ 3-4 കൗണ്ടറുകളിലൂടെ മരുന്ന് നൽകാൻ സൗകര്യമുള്ളപ്പോഴാണ് ഇവിടെ ഒരു കൗണ്ടറിലൂടെ മാത്രം മരുന്ന് നൽകി രോഗികളെ വലയ്ക്കുന്നത്. കൗണ്ടറുകളുടെ എണ്ണം കൂട്ടി മരുന്ന് നൽകാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് രോഗികൾ ആവശ്യപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ആശുപത്രിയിലേക്ക് കയറുന്ന ചവിട്ടുപടികളിലും ആശുപത്രികളിലെ വാർഡുകളിലെ കട്ടിലിനടിയിലും ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന തെരുവുനായ്ക്കളും നായ്ക്കുട്ടികളും വിഹരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് തെരുവുനായുടെ കടിയേറ്റത്. തെരുവുനായ ശല്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. തെരുവുനായ ശല്യം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരുവന്നൂർ പുഴയിൽ ചാടിയ സ്ത്രീക്ക് തിരച്ചിൽ ഊർജിതമാക്കി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പാലത്തിന്റെ കൈവരിക്ക് മുകളിൽ നിന്നുമാണ് സ്ത്രീ പുഴയിലേക്ക് ചാടിയത്. സ്ത്രീയുടെ ചെരുപ്പും ബാഗും മൊബൈൽ ഫോണും പാലത്തിൽ വെച്ച ശേഷമാണ് സ്ത്രീ പുഴയിലേക്ക് ചാടിയത്. ഔട്ടത്തൂർ സ്വദേശിയായ ഷീബ ജോയ് എന്നാണ് സ്ത്രീയുടെ ബാഗിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ രേഖകളിലുള്ള അഡ്രസ്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് ഇതേ സ്ഥലത്ത് മറ്റൊരു സ്ത്രീ സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പിറ്റേ ദിവസം അഴുകിയ നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹവും പുഴയിൽ നിന്ന് ലഭിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഒരു യുവാവും വിദ്യാർത്ഥിയും സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പാലത്തിന് മുകളിൽ ഇരുമ്പുനെറ്റ് സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കണമെന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കാറ്റ് നിറച്ച ട്യൂബുകൾ പാലത്തിന് സമീപം സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ
ചെയർപേഴ്സൻ്റെയും ഭരണസമിതിയുടെയൊക്കെ കയ്യിൽപ്പെടുത്തി ഞങ്ങൾ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നെറ്റ് കെട്ടാനായിട്ട്. അപ്പോൾ നെറ്റ് നമുക്കത് ആ പ്രോജക്റ്റിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വരുമ്പോഴത്തേന് എന്തായാലും 1-2 മാസമെങ്കിലും എടുക്കും. ഇനിയിപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ പിന്നിലേക്ക്. അപ്പം നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ എന്തായാലും 2-3 മാസം എടുക്കും. പക്ഷേ അതുവരെ ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ജില്ലയിലെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. കയ്പമംഗലം, തളിക്കളം, കടങ്ങോട്, കൊടകര, എങ്കേക്കാട്, മുണ്ടൂർ, അഞ്ഞൂർ, കല്ലൂർ, തൃക്കൂർ വില്ലേജ് ഓഫീസുകളാണ് റെയ്ഡ്. ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് റെയ്ഡ്. തുമ്പൂർ മുഴിയിൽ കാട്ടാനകൾ റോഡരികിലെ തട്ടുകട തകർത്തു. കല്ലമ്പള്ളി സുഹ്റ എന്ന സ്ത്രീ നടത്തുന്ന തട്ടുകടയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ആനകൾ നശിപ്പിച്ചത്. പാത്രങ്ങളും ഫർണിച്ചറും കാട്ടാനകൾ തകർത്തു. തട്ടുകടയുടെ ചുറ്റുമറകളും നശിപ്പിച്ചിട്ടുണ്ട്. 5 ആനകളാണ് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വേനൽ കടുത്തതോടെ വെള്ളം തേടി ഉൾക്കാടുകളിൽ നിന്നും എത്തുന്ന ആനകളാണ് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ എംഒ റോഡിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവ സംവിധായകനെ ബ്ലേഡ് കത്തിക്കൊണ്ട് ആക്രമിച്ചു. മുപ്ലിം സ്വദേശി ലിജീഷിനു നേരെയാണ് ആക്രമണം നടന്നത്. നഗരത്തിൽ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ഷിജു, മുതുവറ സ്വദേശി ലിജോമോൻ എന്നിവരാണ് ആക്രമിച്ചത്. തട്ടുകടയിൽ വെച്ച് ഭക്ഷണം കഴിച്ചു നിൽക്കുന്നതിനിടെയാണ് ലിജീഷിന് ആക്രമണമുണ്ടായത്. കൈവശമുണ്ടായിരുന്ന 100 രൂപ ബലമായ പ്രതികൾ പോക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. എളനാട് വനമേഖലയിൽ തീപിടുത്തം. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള തേനായിക്കുളം പ്രദേശത്താണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. 1 ഏക്കറിലധികം സ്ഥലത്തേക്ക് തീ പടർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തീയണച്ചു. തൃശൂർ കീരൻകുളങ്ങര ക്ഷേത്രകുളത്തിൽ ജ്വല്ലറി സുരക്ഷാ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം സ്വദേശി 55 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. തൃശൂർ ഇക്കണ്ടവാരി റോഡിലെ സ്വർണ്ണക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ക്ഷേത്രം ജീവനക്കാരാണ് മൃതദേഹം കണ്ടത്. ഇയാൾ കഴിഞ്ഞ ദിവസം രാവിലെ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായുള്ള പുല്ലുവേല ആഘോഷിച്ചു. 64 കാൽ പന്തൽ മേയുന്നതിനുള്ള പുല്ല് ശേഖരിച്ച് കൊണ്ടുവരുന്നതിനാണ് പുല്ലുവേല. ഇത്തവണ തെക്കുംകൂർ വേല ആയതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരി കാവിലാണ് അന്തിമഹാകാളൻകാവ് വേലയുടെ ചടങ്ങുകൾ നടക്കുന്നത്. മാർച്ച് 23-നാണ് പ്രസിദ്ധമായ അന്തിമഹാകാളൻകാവ് വേല ആഘോഷിക്കുന്നത്. കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പാളും പ്രമുഖ കഥകളി ആചാര്യരുമായിരുന്ന പത്മശ്രീ വാഴയങ്കട കുഞ്ഞുനായർ ആശാന്റെ 43ാമത് ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ വി അച്യുതാനന്ദൻ, രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ഭഗവധം കഥകളി അരങ്ങിലെത്തി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ബസ്സുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഗൗരീശങ്കർ ജംഗ്ഷനിലായിരുന്നു അപകടം. ടി കെ എസ് പുരം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ അഴീക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി വെട്ടിത്തിരിക്കുകയായിരുന്നു. ഇതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിയുകയും ബസ് ഓട്ടോറിക്ഷയിലിടിക്കുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കേന്ദ്ര സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയ്ക്കും അനീതിക്കുമെതിരെ കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം പ്രസിഡന്റ് കെ വി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ്, MP മോഹനൻ, സുലേഖ ജമൽ, ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം കോതപ്പറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ആഴ്ചകളോളം കുടിവെള്ളം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പ്രകോപിതരായ നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ജീപ്പ് തടഞ്ഞിടുകയായിരുന്നു. വാട പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തെ സംബന്ധിച്ച് അന്വേഷണത്തിനെത്തിയ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന് മുന്നിൽ വീട്ടമ്മമാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ വിട്ടയക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ.
ഇതിനിടെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി നാട്ടുകാർ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. വാഡ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ ഉദ്യോഗസ്ഥരെ വിട്ടയച്ചു. എത്ര ആൾക്കാർ വന്നാലും MLA ഇങ്ങോട്ട് വരണം, അല്ലാണ്ട് ശരിയാവൂല. ഇതല്ലാത്തവണ ഇവർ വന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോവാറല്ലാണ്ട് വെള്ളം വരണില്ല. ഞങ്ങൾ ഈ 600 രൂപ കൊടുത്ത് പണിയില്ലാത്തവർ എന്ത് ചെയ്യണ്? കിണറ്റിലങ്ങ് ഉപ്പായി, ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? അത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. എല്ലാ തവണയും പറയണം. ഞങ്ങൾ ഈ മധുരത്ത് ചെല്ലുമ്പോൾ പറയുമ്പോൾ NSCയുടെ കാര്യമാണ് അവർ പറയണത്. അത് ശരിയായിട്ടില്ല. ഇത്ര നാളായിട്ട് അവർ പറയണ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ പൈപ്പ് ഇടാത്ത എന്താണെന്നാണ് ചോദിക്കണത്. അതിനൊരു മറുപടി ഞങ്ങൾക്ക് തരണം. കേരള വെറ്റിനറി സർവകലാശാലയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ വെറ്റിനറി മെഡിസിനും സംയുക്തമായി മൃഗചികിത്സയുടെയും മേഘാരോഗ്യത്തിന്റെയും സമുന്നയത്തിനായുള്ള ബഹുമുഖ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ ദേശീയ കോൺഫറൻസ് മണ്ണുത്തിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളായി നടക്കുന്ന കോൺഫറൻസിൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ, പ്രബന്ധാവതരണം തുടങ്ങിയവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 10-ന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ജനറൽ കൺവീനർ പ്രൊഫസർ ഡോക്ടർ N. അജിത് കുമാർ, പ്രൊഫസർ PV സാമോൾ, ഡോക്ടർ അരുൺ ജോർജ്, പ്രൊഫസർ ബാലുസ്വാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ KA തോമസ് മാസ്റ്റർ പുരസ്കാരം ചിന്തകൻ K. വേണുവിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. മാർച്ച് 2-ന് വൈകിട്ട് 4-ന് മാളയിൽ നടക്കുന്ന തോമസ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ സാഹിത്യകാരി പ്രൊഫസർ സാറ ജോസഫ് പുരസ്കാരം സമ്മാനിക്കും. റവന്യൂ മന്ത്രി K. രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR പുരുഷോത്തമൻ, സെക്രട്ടറി PK കിട്ടൻ, പ്രൊഫസർ കുസുമൻ ജോസഫ്, CT നകുലനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുഴിയേലി നഗർണമന നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് വേണു നന്താളി, സെക്രട്ടറി ഉണ്ണികൃഷ്ണ മേനോൻ പുഞ്ചപ്പറമ്പിൽ, ട്രഷറർ അജി തുമ്പുരുത്തി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 24-ന് ആറാട്ടോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാവറട്ടി പഞ്ചായത്തിൽ വീടുകളിലേക്ക് വാട്ടർ ടാങ്കർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന വാട്ടർ ടാങ്ക് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായിരുന്നു. സിബി ജോൺസൺ, ജോസഫ് ബെന്നി, K. ദ്രൗപദി, സിൽജി ജോജു, TK സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ഷിബുദാസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ TI രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഡോക്ടർ TI രാധാകൃഷ്ണൻ സ്മാരക പുരസ്കാരത്തിന് ഡോക്ടർ VP ബിന്ദു അർഹയായി. 11,111 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഞായറാഴ്ച തൃശൂർ ജവഹർ ബാലഭവനിൽ നടക്കുന്ന TI രാധാകൃഷ്ണൻ ചരമ വാർഷിക ദിനാചരണത്തിൽ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, സെക്രട്ടറി OP ബാലൻ മേനോൻ, P. ചന്ദ്രശേഖരൻ, KR അരവിന്ദാക്ഷൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലിയിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. തൃക്കൂർ രാജന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യവും പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പാണ്ഡിമേളവും കാഴ്ചശീവേലിക്ക് കൊഴുപ്പേകി. തുടർന്ന് വെടിക്കെട്ട്, തായമ്പക, ഏകാദശി വിളക്ക്, പള്ളിവേട്ട എന്നിവയും നടന്നു. ഇന്ന് വൈകിട്ട് ആറാട്ട്, രാത്രി തിരുവാതിരക്കളി, കൈക്കൊട്ടിക്കളി, ആറാട്ട് വിളക്ക് എന്നിവ നടക്കും. ശ്രീ കേരളവർമ്മ കോളേജ് സ്പോർട്സ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ഇന്റർ കോളേജിയേറ്റ് ഇൻവിറ്റേഷൻ പ്രൈസ് മണി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 22 മുതൽ 25 വരെ ശ്രീ കേരളവർമ്മ കോളേജ് ബാസ്കറ്റ് കോർട്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ 8 കോളേജ് ടീമുകൾ പങ്കെടുക്കും. 22-ന് ഉച്ചതിരിഞ്ഞ് 5-ന് കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ MK സുദർശന് ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ കായിക താരങ്ങളായ CV പാപ്പച്ചൻ, KF ബെന്നി, CK നസറുദ്ദീൻ, PC ആന്റണി, മനോജ് മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ ചാലക്കുടി മേഖലാ വാർഷിക പൊതുയോഗം നാളെ നടക്കും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ നൽകുകയും കോടിക്കണക്കിന് രൂപ വിവിധ ടാക്സ് ഇനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് നൽകുകയും ചെയ്യുന്ന ചെറുകിട വ്യവസായികൾ ഇന്നും പല രീതികളിലുള്ള അവഗണനയാണ് നേരിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാലക്കുടി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി ജോർജ്, സെക്രട്ടറി സാബു ചെക്കാലക്കൽ, ട്രഷറർ PR രാജീവ്, കമ്മിറ്റി അംഗങ്ങളായ വേണു അനിരുദ്ധൻ, പോൾ തച്ചിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലീപ് ഇയർ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29-ന് 4 വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനം ആഘോഷിക്കുന്നവരുടെ കുടുംബസംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 29-ന് ജനിച്ച 50ഓളം പേർ കുടുംബസംഗമത്തിൽ പങ്കെടുക്കും. ഈ മാസം ടാലന്റ് റെക്കോർഡ് ബുക്കിൽ നാഷണൽ റെക്കോർഡ് ലക്ഷ്യം വയ്ക്കുന്നതായും ഈ മാസം 25 വരെ ഇനിയും സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് പേര് നൽകാൻ അവസരമുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഷാജി റാഫേൽ, KS മുരളീധരൻ, TS ശശിധരൻ, ജിജോ പോൾ, ബെറ്റ്സി ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ക്യാമറമാൻ കൃഷ്ണകുമാർ മലയിലിന്റെ പിതാവ്, കൊട്ടേക്കാട് കുന്നത്ത് പീടിക സ്വദേശി മലയിൽ വീട്ടിൽ അയ്യപ്പൻ മകൻ കുട്ടൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12-ന് പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് വ്യാഴാഴ്ച സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. വൈകിട്ട് തൃപ്രയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കുന്നംകുളത്ത് സമാപിക്കും. SDPI ദേശീയ പ്രവർത്തക സമിതി അംഗം സഹീർ അബ്ബാസ് ഉദ്ഘാടനം ചെയ്യും. SDPI ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട, KV നാസർ, മനാഫ് കരൂപ്പടന്ന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ജൂബിലി വിളംബര യോഗം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി SI വൈശാഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ TC മോഹനൻ, ശിൽപ ഷിജു, ജീന അശോകൻ, അബു PM, പ്രധാന അധ്യാപകൻ CF ഷാജു, PTA പ്രസിഡന്റ് ഷംനാദ് VM, പൂർവ്വ സംഘടനാ പ്രസിഡന്റ് സുബിദാസ് PG, ബ്രിറ്റോ KA എന്നിവർ സംസാരിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച അതിരൂപത സഹായമെത്രാൻ മാറ്റോണി നീലങ്കാവിൽ നിർവഹിക്കും. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318ന്റെ ആഭിമുഖ്യത്തിൽ ഫ്രണ്ട്ലി ഏബിൾഡ് സ്പോർട്സ് മീറ്റ് തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുജിത് ശ്രീനിവാസൻ, KK ഡേവി, TK അന്തോണിക്കുട്ടി, PJ ഷാജി, TA തോമാച്ചൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെ ചുമട്ട് തൊഴിലാളികൾക്കുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കലാ കായിക സ്ഥിര സമിതി അധ്യക്ഷൻ PK ഷബീർ, മലങ്കര മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, വാർഡ് കൌൺസിലർ മിനി മോൺസി, ഡോക്ടർ അക്ഷയ് എന്നിവർ സംസാരിച്ചു. വാണിജ്യം. തൃപ്രയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി ട്രസ്റ്റ് ഫൈനാൻസിന്റെ പുതിയ ശാഖ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞാണി ജംഗ്ഷന് സമീപം പള്ളിക്കുന്നത്ത് ടവർ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച വി ട്രസ്റ്റ് ഫൈനാൻസിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, വാർഡ് അംഗം കൃഷ്ണേന്ദു ഷിജിത്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MP ജീസ്, വി ട്രസ്റ്റ് ജനറൽ മാനേജർ CU ഷിജിൻ, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഏറ്റവും കൂടിയ മൂല്യത്തോടെ ലഭ്യമാകുമെന്ന ബ്രാഞ്ച് മാനേജർ TG ലിജി, ഡയറക്ടർ KV ശ്രീദേവി എന്നിവർ അറിയിച്ചു. കസ്റ്റമേഴ്സിന് ഏറ്റവും ഗ്രാം റേറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റാണ് നമ്മൾ വി ട്രസ്റ്റ് മുഖാന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളേക്കാൾ ഒരുപടി കൂടുതൽ മൂല്യം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ ലക്ഷ്യം. അത് ഇനിയും തുടർന്ന് പോകും. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമാണ് നമ്മുടെ സന്തോഷം. പ്രധാന വാർത്തകൾ
വീണ്ടും. മാമാങ്ക ലഹരിയിൽ മച്ചാട്, ആവേശം തീർത്ത കുതിരയെഴുന്നള്ളിപ്പുകൾ. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് ഇന്ന്. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഉണങ്ങിത്തുടങ്ങിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ പങ്കെടുക്കുന്ന ആനകളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ. ഫാർമസി കൌണ്ടറുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യം ശക്തം. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്കുള്ളിൽ തെരുവുനായ്ശല്യം രൂക്ഷം. തെരുവുനായ്ശല്യത്തിനെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.